ഈ വരുന്നതേ എന്തിനെന്നറിയോ? ടോൾ പാസിക്ക് ഉള്ള സമരമാണ്. ഇടതുപക്ഷത്തിൻ്റെ യുവജന സംഘടനയായിട്ടുള്ള DYFIയുടെ സമരം. നട്ടെല്ലെന്ന് പറയുന്ന ആളുകളുടെ മുസ്ലിം ലീഗരെ കാണൂല കണ്ടോളിൽ. ഒന്നാൾ കണ്ടോ കാണി വെട്ടിച്ചർ ടോൾ പാസിലേക്ക് കണ്ടോ? ഇടതുപക്ഷത്തിൻ്റെ യുവജന പ്രസ്ഥാനം DYFI നടത്തുന്ന മാർച്ച്. എന്താ ഇവിടെ മുസ്ലിം ലീഗിന് നടത്തിക്കൂടെ? ഇവിടെ CPMൻ്റെ ഒരു MLA പോലും ഇല്ല, ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇല്ല, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉണ്ടാവില്ല. അവിടെ ഒരു പ്രാദേശിക മെമ്പർമാരും കൂടി ഉണ്ടാകാത്ത ഏരിയക്കാരം ഈ പറയുന്ന ഭാഗം. ഉണ്ടെങ്കിൽ തന്നെ വിരലിൽ എണ്ണാവുന്നത്. ഇതിൻ്റെ എല്ലാ മേഖലയും കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളാണ്. ഈ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾക്ക് ഇവിടേക്ക് ഒരു മാർച്ച് ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് നടത്താൻ കഴിയാറുണ്ട്. കാരണം അവർക്ക് അതല്ല ആവശ്യം. അവർക്ക് ഒക്കെ ആവശ്യം ഈ പറഞ്ഞ ജനങ്ങളെ വോട്ടുകൾ മാത്രമാണ്. അതുപോലെ കൃത്യമായി വാങ്ങി അവരെ ഇപ്പം നന്നായി ഗോവിന്ദ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ കാണുന്നത് DYFIയുടെ ആളുകളാണ്. CPMന് ഇവിടെ വിഷയം എന്താണ്? ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ്. നമ്മൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് യുദ്ധം ചെയ്തിട്ട് നേടിയെടുത്തതാണ്, സ്വാതന്ത്ര്യ സമരം ചെയ്തിട്ട് നേടിയെടുത്താണ് ഈ രാജ്യം. ഇപ്പോൾ ഇവിടെ ഈ ടോൾ പാസിൽ ഇപ്പോൾ ഒന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകണമെങ്കിൽ ഗുണ്ടകളെ പേടിച്ചിട്ട് നിൽക്കേണ്ട ഗതികേട്. ഇവിടെയൊക്കെ ജനാധിപത്യ രീതിയിൽ വോട്ട് കൊടുത്ത് വിജയിപ്പിച്ച പ്രതിനിധികളെവിടെ? MLAമാരെവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ? ഒരു 1-2 ദിവസമല്ല, സ്ഥിരമാണ്. കാരണം ഇവിടെ ടോൾ പാസിൽ പൈസ കൊടുക്കാതെ കടത്തി വിടൂല എന്ന് പറഞ്ഞ് വണ്ടി തിരിച്ചു വിടുകയല്ല, ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അടിച്ച് പാദം കണ്ട് വരിച്ച് അതിൽ വന്നൊരു 10 ആൾ പോയപ്പോൾ ഞങ്ങൾ EDക്കെതിരായിട്ട് ആക്രമിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ കുട്ടിയാകേശ്വർക്ക് അങ്ങനെ 10 ആൾ പോയാൽ 20 ആൾ പോകേണ്ടി വരും. എന്നാലും പാടില്ല. ഇവിടെ ജനങ്ങൾക്ക് ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇടതുപക്ഷെ കൃത്യമായി അതിൽ ഇടപെടുക തന്നെ ചെയ്യും. കണ്ടില്ല, നമ്മളെ ചുണക്കുട്ടികൾ നിൽക്കണുണ്ടല്ലോ നിരന്നിട്ട് പോലീസ് എന്ത് മറ്റുള്ളവരെന്ത് കാട്ടണുണ്ടല്ലേ? ഇത് വിഷയം എന്താണ്? ജനങ്ങളാണ്. വോട്ട് നേടിയ MLAമാരവിടെ, MP മാരവിടെ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അവിടെ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അവിടെ, വാർഡ് മെമ്പർ അവിടെ, പഞ്ചായത്തുകാരവിടെ ഉണ്ടാവില്ല. കാരണം നിങ്ങളൊക്കെ വോട്ടേ അവർക്ക് ആവശ്യമുള്ളൂ. അത് കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇടതുപക്ഷം ജയിക്കാൻ വേണ്ടിയിട്ടല്ല, ഇടതുപക്ഷം ജനങ്ങളുടെ വിഷയങ്ങളിൽ എന്നും ഇടപെടും. അത് ചങ്കുറപ്പോടെ ചെന്ന് കൃത്യമായി സംസാരിക്കും, നെഞ്ച് വിരിച്ചുകൊണ്ടെന്ന് സംസാരിക്കും. അത് DYFI എന്ന പ്രസ്ഥാനമാണ്, മനസ്സിലാക്കുക. ഇനിയും ഇതേമാതിരിയുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഇറങ്ങുക തന്നെ ചെയ്യും. പക്ഷേ നിങ്ങൾ ചോദിക്കണം, ഞങ്ങൾ വോട്ട് തന്ന, ഞങ്ങൾ വിജയിപ്പിച്ച ഞങ്ങളെ പ്രതിനിധികൾ എവിടെയാണെന്നുള്ള ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കണം. അതിന് നിങ്ങൾ തയ്യാറുണ്ടാവുള്ള ജനങ്ങൾ. അതാണ് ഒരു ഇച്ഛാശക്തിയുള്ള പാർട്ടി പ്രവർത്തകരുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. ഓക്കെ.